എക്സ്പ്രസ് ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുക. നമുക്ക് ചിരിക്കാൻ തോന്നിയോ ചിരിക്കുക, കരയാൻ തോന്നിയോ കരയുക, എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കണം, അവിടെ നമുക്ക് ഇഷ്ടമല്ല അവിടെ നമ്മളത് ചെയ്യുക. എല്ലാത്തിനും റൈറ്റ് ഉണ്ട് ചേച്ചി. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കുക, കരയുക, അവരുടെ ദേഷ്യപ്പെടണമെങ്കിൽ വെറുതെ ദേഷ്യപ്പെടണമെന്നല്ല, നമ്മുടെ അടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നിൽക്കുന്നത് അയാളടുത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. ആർക്കും പ്രത്യേകിച്ച് ഇന്ന ആൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം, ഇന്ന ആൾക്ക് അത് ചെയ്തു കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് എല്ലാവർക്കും. ഇപ്പൊ അനു കരയുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്താന്ന് പറയും, പണ്ട് പാടാത്തത് എന്തേ, അങ്ങനെ പാടാത്ത പൈങ്കിളി, പാടാത്ത പൈങ്കിളി. അതല്ല ശബരിനാഥ് മരിച്ചു കഴിഞ്ഞപ്പോ അന്ന് അനു അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തു. ശബരിച്ചേട്ടന്റെ അത് നീ പൊട്ടിക്കരയായിരുന്നു അന്ന് ഞാൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ അനു ഇങ്ങനെ പറഞ്ഞു പൊട്ടിക്കരഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അതെന്താന്ന് പറഞ്ഞാല് പുള്ളിക്കാരനും ഞാനും ആ ഒരു സീനിൽ മാത്രം കണ്ടു പരിചയ. എനിക്ക് പണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ശബരിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ചേട്ടൻ, എന്ത് അഭിനയം, നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവരും പറയും നായകനായിരുന്നു സീരിയലിലൊക്കെ. അങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഈ ഇൻഡസ്ട്രി വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ചേട്ടനോട് സംസാരിച്ചു. ചേട്ടനോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു അനിയത്തിയെ പോലെയൊക്കെ. അപ്പൊ അങ്ങനെ വാത്സല്യത്തോട് കൊണ്ട് നടന്ന ചേട്ടൻ പെട്ടെന്നൊരു ദിവസം ഇല്ല, പുള്ളി പോയി എന്ന് പറയുമ്പോൾ അതൊരിക്കലും, ഞാൻ സത്യം പറഞ്ഞാൽ കൊല്ലം സുചേട്ടൻ മരിച്ചപ്പോൾ പോലും ഇത്രയും കരഞ്ഞിട്ടില്ലായിരുന്നു. അതെന്താണെന്നറിയത്തില്ല, പുള്ളി ഞാനും അത്ര ഒരു ബന്ധമായിരുന്നു. വളരെ കുറച്ച് ദിവസത്താണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ. ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ നാൾ എനിക്കറിയില്ല, ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു.